السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ ഖുർആന്റെയും അതുപോലെ തജ്വീദിന്റെയും നിയമങ്ങളെ സംബന്ധിച്ചാണ്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. പണ്ട് കാലങ്ങളിൽ അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ മരണപ്പെട്ടിട്ടുമുണ്ട്, അതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയാത്തതിൻ്റെ പേരിൽ അവർ ഒരുപാട് യാതനകൾ സഹിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ ഒരു വിശേഷണത്തിൽപ്പെട്ടതാണ് സംസാരം. അതുപോലെ തന്നെ മഹാനായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തുമാണ്, അമാനുഷികതയുമാണ് പരിശുദ്ധമായ ഖുർആൻ. അമാനുഷികത എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആല അവൻ്റെ നബിമാർക്ക് നൽകുന്ന അത്ഭുതമായ കഴിവുകളാണ് അമാനുഷികത. അസാധാരണ സംഭവങ്ങളാണ് അമാനുഷികത. അത് സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളായിരിക്കും അവരിൽ നിന്നുണ്ടാവുന്നത്. അത് അള്ളാഹുവിൻ്റെ ദീനീ പ്രബോധനത്തിന് വേണ്ടി ജനങ്ങളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല നബിമാർക്ക് കൊടുക്കുന്ന ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് മുഅ്ജിസത്ത് എന്നുള്ളത്. അത് എല്ലാ നബിമാർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. 1,24,000 നബിമാർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുപോലെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്, ഒരുപാട് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധമായ ഖുർആൻ എന്നുള്ളത്. അപ്പം ഈ പരിശുദ്ധമായ ഖുർആന്റെ നിയമങ്ങളും അത് ഓതേണ്ട രീതികളെ സംബന്ധിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നാം പഠിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനും അതിലുള്ള തജ്വീദ്, അതായത് അതിൽ പറയുന്ന നിയമങ്ങളെല്ലാം, ഇത് രണ്ടും അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഈ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സായത് മുതൽ തങ്ങളുടെ വഫാത്ത് വരെയുള്ള 23 കൊല്ലം കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. പരിശുദ്ധമായ ഖുർആൻ ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെട്ടതല്ല, ഇത്രയും വർഷമെടുത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചതാണ് അവൻ്റെ ഖുർആൻ. ഈ പരിശുദ്ധമായ ഖുർആനിൽ 30 ജിസുകളുണ്ട്. ജിസു എന്ന് പറഞ്ഞാൽ ഭാഗം എന്ന് പറയും. ഇതിനെ 30 പാർട്ടായിട്ട് അള്ളാഹു തിരിച്ചിട്ടുണ്ട്. ഇതിൽ 114 സൂറത്തുകളുണ്ട്. സൂറത്ത് എന്ന് പറഞ്ഞാൽ അധ്യായം, പാഠം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. അതിൻ്റെ റുക്കു ഖണ്ഡിക 540 ഖണ്ഡിക അതിലുണ്ട്. അതുപോലെ ആയത്തുകൾ 6666 ആയത്തുകളുണ്ട്. മലയാളം സൂക്തം എന്ന് പറയും, പോയിന്റ് എന്നൊക്കെ പറയും. ഈ പരിശുദ്ധമായ ഖുർആൻ ഓതുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു അമലാണ്, സൽക്കർമ്മമാണ്. ഖുർആൻ ഓതുന്നവർക്ക് ഓരോ അക്ഷരത്തിനും കുറഞ്ഞത് 10 നന്മകൾ വീതം എഴുതപ്പെടുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഏറ്റവും കുറഞ്ഞതാണ് 10 നന്മ. ഒരാളുടെ മനസ്സിൻ്റെ നിയ്യത്തും ഇഖ്ലാസും നിഷ്കളങ്കതയ്ക്കും അനുസരിച്ച് അത് 700ഓളം വർദ്ധിപ്പിക്കാം, അതിനേക്കാളും വർദ്ധിപ്പിക്കാമെന്ന് ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഏറ്റവും കുറഞ്ഞത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഓതുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 നന്മകൾ വീതം എഴുതപ്പെടുമെന്നത് ഉറപ്പാണ്. ഈ ഖുർആൻ ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്, തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നാം പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടത്. നിയമാനുസരണമല്ലാതെ ഖുർആൻ ഓതുന്നവരെ ഖുർആൻ തന്നെ ലഅനത്ത് ചെയ്യും, അതായത് ശപിക്കുമെന്ന് ഹദീസുകളിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യവുമാണ്. തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതുക എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ്.
അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. തജ്വീദ് ഇല്ലാതെ ഖുർആൻ ഓതുക എന്നുള്ളത് ഖുർആന്റെ ശാപം ഉയർന്ന ഒരു ദുഷ്കരമായ കാര്യമാണ്. ഈ തജ്വീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ അക്ഷരവും നിശ്ചിത മഖ്റജിൽ നിന്ന് യഥാർത്ഥ ശബ്ദത്തിൽ ഉച്ചരിക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഓരോ അക്ഷരവും, അതായത് അറബി അക്ഷരങ്ങൾ 28 എണ്ണമുണ്ട്. അതിന് ഓരോ പുറപ്പെടാനൊരു സ്ഥലവും ഉണ്ട്, അതുപോലെ ഓരോത്തിനും പല ശബ്ദവുമുണ്ട്. ഇപ്പൊ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഓരോ അക്ഷരം, ഒന്ന് അത് പുറപ്പെടുന്ന അതേ സ്ഥലത്ത് നിന്നായിരിക്കണം. രണ്ടാമത്തത് അതിന് ഓരോ അക്ഷരത്തിനും ഓരോ ശബ്ദമുണ്ട്, ആ ശബ്ദത്തിലായിരിക്കണം ഉച്ചരിക്കേണ്ടത്. ഇത് രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അക്ഷരം പുറപ്പെടുന്ന സ്ഥാനത്തിനാണ് മഖ്റജ് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.